സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം. വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം എന്നാണ് വിശദീകരണം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കാണ് നിർദ്ദേശം നൽകിയത്. ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ ഷാ, കലോത്സവ വേദി ഒരു കലാപ വേദിയായി മാറിയിരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇതിനെ തുടർന്നാണോ ഇപ്പോൾ കലോത്സവം തന്നെ നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, അങ്ങനെ തന്നെയാണ്. കലോത്സവം നിർത്തിവെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വി സിയും അതുപോലെ തന്നെ രജിസ്ട്രാറും അടക്കമുള്ളവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ കലോത്സവം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ സംഘർഷങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. അത് KSU പ്രവർത്തകരും അതുപോലെ തന്നെ SFI പ്രവർത്തകരുമായുള്ള സംഘർഷം, വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷം, അതോടൊപ്പം തന്നെ ഈ മത്സരങ്ങൾ വലിയ രീതിയിൽ വൈകുന്ന ഒരു സ്വഭാവം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരാതി, ഇതുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥികളുടെ പരാതികൾ ഉൾപ്പെടെ വി സിക്ക് മുന്നിലെത്തി. ഒരു കൂട്ടപ്പരാതിയായി വി സിക്ക് മുന്നിലെത്തിയതോടുകൂടിയാണ് ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഈ പരാതികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം കാണാതെ അല്ലെങ്കിൽ ഇത് പരിശോധിക്കാതെ ഇനി കലോത്സവം നടത്തേണ്ട എന്നൊരു തീരുമാനത്തിലാണ് സർവകലാശാല എത്തിയിരിക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് വൈകിട്ടോടുകൂടി വി സി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകുന്നതും രജിസ്ട്രാർ ആ നിർദ്ദേശം ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലിന് കൈമാറുകയും ഇപ്പോൾ ഇത് ഔദ്യോഗികമായി ഇവിടെ തന്നെ ഈ വേദിക്ക് മുന്നിൽ തന്നെ ഒരു അറിയിപ്പും വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത്, വി സി അറിയിച്ചത് പ്രകാരം ഇത്തരത്തിൽ ഈ പരിപാടികൾ മുഴുവൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പരിപാടികൾ നടക്കുന്നതല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ അനൗൺസ്മെന്റിലൂടെ വന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നൃത്തം, അതായത് ഒരു പ്രതിഷേധ നൃത്തം ഈ മത്സരാർത്ഥികൾ ഇവിടെ നടത്തുകയാണ്. അതായത് ഇത്തരത്തിൽ അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് കുറച്ച് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു അതിനൊരു മത്സരാർത്ഥി വളരെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ അവരൊരു പ്രതിഷേധ നൃത്തം ഇതിന്റെ ഭാഗമായി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ വൈകാരികതയോടെയാണ് അവർ സംസാരിച്ചത്. എന്തായാലും അവർ ഇപ്പോൾ ഇവിടെ നൃത്തം അവതരിപ്പിക്കും. കുറച്ചു മുന്നേ ഈ പരിപാടികൾ ഇവിടെ മാറ്റിവെച്ചു എന്ന് അറിയിച്ചതിന് പിന്നെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന വേദിയിൽ ഉള്ളവയിലെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഫാനോ അതോ ലൈറ്റോ അല്ലെങ്കിൽ മറ്റു വൈദ്യുതി ഒന്നും ഇല്ലാതെ തന്നെയാണ് നിലവിൽ ഈ നൃത്തം അവതരിപ്പിക്കാനും ഒരുങ്ങുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഈ ആദ്യ ദിവസം മുതൽ തന്നെ ഈ പരിപാടികൾ കൃത്യമായി നടക്കുന്നില്ല. ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ഈ തലേ ദിവസം 10 മണിക്കും 12 മണിക്കും മേക്കപ്പ് ഇട്ടിരുന്നവർ അത് രാത്രിയാകുന്നു. അത് ഒരു ദിവസം വരെ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് വിദ്യാർത്ഥികൾ അത് വലിയ ബുദ്ധിമുട്ടായി ഇപ്പോൾ ഇവർ യൂണിയൻ ഇടപെട്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ വൈദ്യുതി അവർക്കായി അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഉടൻ തന്നെ ഈ പ്രതിഷേധ നൃത്തം അവതരിപ്പിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ എപ്പോഴാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കലോത്സവം നിർത്തിവെക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഉത്തരവ് എപ്പോഴാണ് പുറത്തിറങ്ങുക? ഗോപികൃഷ്ണൻ, നമ്മൾ അല്പസമയം മുമ്പ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടിരുന്നു. രജിസ്ട്രാർ നമ്മളോട് അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം അത് ഔദ്യോഗികമായി തന്നെ യൂണിയന് അത് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഉത്തരവ് അത് ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ള കാര്യമാണ് രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. വി സിയുമായി ബന്ധപ്പെടുമ്പോഴും അടിയന്തരമായി തന്നെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങുമെന്നുള്ളൊരു കാര്യമാണ് വി സി വ്യക്തമാക്കുന്നത്. എന്തായാലും വരും നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ഈ ഉത്തരവ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നേരത്തെ ഈ ഈ സർവകലാശാല യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ യൂണിവേഴ്സിറ്റി സർവകലാശാല എന്ത് തീരുമാനമെടുക്കുന്നു അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം യൂണിയൻ കൗൺസിൽ ചെയർമാൻ ഉന്നയിച്ച മറ്റൊരു കാര്യം, ആദ്യ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചില സംഘർഷങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ചില സംഘർഷങ്ങൾ ഈ കലോത്സവത്തെ തകർക്കാനും ഈ കലോത്സവത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ KSUവിന്റെയും ABVPയുടെയും ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു കാര്യവും ഈ SFIയുടെ യൂണിയൻ കൗൺസിൽ ചെയർമാനും വ്യക്തമാക്കുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചതാണ്. അതുകൂടി പരിഗണിച്ച് അവർക്കും ഈ കലോത്സവം താൽക്കാലികമായി നിർത്തണമെന്ന നിലപാടിൽ തന്നെയാണ് അവരും ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വേദിയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ നൃത്തം അത് ആരംഭിക്കുകയാണ്. ഈ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഈ പ്രതിഷേധം നടത്തുന്നവർക്ക്
ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകുന്നത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടി വൈസ് ചാൻസലറുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം എന്നാണ് വിശദീകരണം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂണിയനും ആ നിർദ്ദേശം പോയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് സർവകലാശാല കലോത്സവത്തിൽ ഒരു വേദിയിലാണ്. അവിടെ സദസ്സിന് മുന്നിൽ ഒരു പ്രതിഷേധ നൃത്തം നടത്താൻ പോവുകയാണ് വിദ്യാർത്ഥിനികൾ, കലാകാരികൾ. അവരുടെ പ്രതിഷേധ നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള വൈദ്യുതി യൂണിയൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വേദിയിൽ ആ പെൺകുട്ടികളുടെ പ്രതിഷേധ നൃത്തം നടക്കാൻ പോകുന്നു. സദസ്സിൽ നിന്ന് വലിയ കയ്യടി ഉയരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാലയുടെ സുരക്ഷയും വിദ്യാർത്ഥികളുടെ സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ടാണ് കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉത്തരവ് പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വിവരം ഇപ്പോൾ യൂണിയന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കലാകാരികൾ, വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധ നൃത്തം വേദിയിൽ ആടാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവരുള്ളത്. സദസ്സിൽ നിന്ന് വലിയ കയ്യടി, വലിയ പ്രോത്സാഹനം ഈ പ്രതിഷേധ നൃത്തത്തിന് ലഭിക്കുന്നുമുണ്ട്. അഖിൽ ഷാ അൻസാറാണ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഖിൽ ഷാ, ഈ യൂണിയൻ ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാണല്ലോ അഖിൽ ഷാ പറഞ്ഞത്. യൂണിയൻ എങ്ങനെയാണ് ഈ സംഭവങ്ങളോട് പ്രതികരിക്കുന്നത്? ഗോപികൃഷ്ണൻ അല്പസമയം മുമ്പാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ കൗൺസിൽ ചെയർമാൻ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കലോത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഈ ഒരു സംഘർഷം ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. അത് ABVPയുടെയും KSUവിന്റെയും ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അതിവിടെ നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കലോത്സവത്തെ ആകെ തകർക്കാനുള്ള ഒരു ശ്രമം ABVP KSU പ്രവർത്തകരിൽ നിന്ന് നടക്കുന്ന ആരോപണമാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അത് നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കലോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം തുടർച്ചയായി നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്കും ഇതിലൊരു പരിഹാരം ഉണ്ടാകുന്നവരെ താൽക്കാലികമായി നിർത്തിവെക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അവരും പറയുന്നത്. ഈ സർവകലാശാല എന്ത് തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കുന്നോ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നു, ആ നിലപാട് തന്നെയാണ് തങ്ങൾക്കും എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും വരുന്ന മറ്റൊരു പരിപാടി ഈ അപ്പീൽ നൽകിയ, അതായത് ഈ മത്സരാർത്ഥികൾ അപ്പീൽ നൽകിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ എപ്പോൾ പുറത്തു വരുമെന്നുള്ളതാണ്. അതും നിർത്തിവെക്കുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ ഈ മാർഗംകളി, നേരത്തെ ഈ കോഴ ആരോപണത്തെ തുടർന്ന് നിർത്തിവെച്ച മാർഗംകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അത് അപ്പലേറ്റ് കമ്മിറ്റി പരിശോധിക്കും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യവും ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ മത്സരങ്ങൾ വീണ്ടും നടത്തും എന്നുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മത്സരാർത്ഥികൾ നേരിടുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്, ദിവസങ്ങളോളമാണ്. ഇത് ഇന്ന് രാവിലെ മുതൽ ഇവർ ചിലപ്പോൾ ഒരുങ്ങി നിൽക്കുന്നവരാകും. പക്ഷെ അവർക്കത് കൃത്യമായി അതിൽ മത്സരിക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ അത് കലോത്സവം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവർ അത് വൈകാരികമായി തന്നെയാണ് അതിൽ പ്രതികരിക്കുന്നത്. വളരെ വൈകാരികമായി അവർ ഭക്ഷണം പോലും കഴിക്കാതെ അല്ലെങ്കിൽ ഈ വെള്ളം പോലും കുടിക്കാതെ അതിനായി പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നു. പക്ഷേ അവരെ മത്സരിക്കാൻ അനുവദിച്ചില്ല സർവകലാശാല എന്നുള്ളൊരു പരാതിയും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ നൃത്തം അവർ തയ്യാറായി വന്ന നൃത്തം തന്നെ അത് ഈ സെനറ്റ് ഹാളിലെ പ്രധാന വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഇത്തരത്തിൽ മത്സരാർത്ഥികൾ അതുപോലെ തന്നെ ഇത് കാണാൻ വന്ന വിദ്യാർത്ഥികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. അവരും ഇക്കാര്യത്തിൽ പറയുന്നത് ഇത് ഈ കലോത്സവത്തെ തകർക്കാൻ പ്രധാനമായും ഒരു കോണിൽ നിന്ന് വലിയ ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ VC എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കലോത്സവം നടത്തേണ്ടതില്ല. അതിൽ കൃത്യമായി ലഭിച്ച പരാതികൾ, അതായത് VCയുടെ ഈ തീരുമാനത്തിൽ വിദ്യാർത്ഥി യൂണിയന്, സർവകലാശാല യൂണിയന് കടുത്ത അതൃപ്തിയുണ്ട്, എതിർപ്പുണ്ട് അല്ലേ അഖിൽ ഷാ? അഖിൽ ഷാ കേൾക്കാമോ? അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം വൈസ് ചാൻസലർ എടുത്തിരിക്കുന്നു. അതിൽ പ്രതിഷേധമായി വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധ നൃത്തം അവർ നടത്തുകയാണ്. അത് കലോത്സവ വേദിയിൽ തന്നെ നടത്തുന്നു. സദസ്സിൽ നിന്ന് വലിയ കയ്യടി അവർക്ക് പ്രോത്സാഹനമായി കിട്ടുന്നുണ്ട്. അവരുടെ കലോത്സവ വേദിയിൽ അവരുടെ പ്രതിഷേധ നൃത്തമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കേരള സർവകലാശാലയുടെ കലോത്സവം നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം വൈസ് ചാൻസലറിൽ നിന്നുണ്ടാകുന്നു. അതിനെ തുടർന്നുള്ള പ്രതിഷേധ നൃത്തം പ്രധാന വേദിയിൽ ആടുകയാണ് മത്സരാർത്ഥികൾ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. യൂണിയനെ ഈ നിർദ്ദേശം അറിയിച്ചു കഴിഞ്ഞു. കലാപാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് കേരള സർവകലാശാലയുടെ കലോത്സവം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്, നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എന്നാണ് നൽകുന്ന വിശദീകരണം. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥിനികളുടെ മത്സരാർത്ഥികളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രധാന വേദിയിലെ നൃത്തരൂപത്തിൽ നമ്മൾ കണ്ടത്. അഖിൽ ഷാ അൻസാർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.